ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കൊഴുവ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ആ കൊഴുവ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് നമുക്ക് വെട്ടിക്കഴുകി കറി വെക്കാം. എൻ്റേതായ രീതിയിൽ മുളകിട്ട് കറി വെക്കാം നമുക്ക്. അപ്പം ഞാനത് വെട്ടിക്കൊണ്ട് വരട്ടെ. വെട്ടിക്കൊണ്ടൊക്കെ വന്നു. എന്നിട്ട് ഞാൻ ചട്ടി കഴുകി അടപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്തിന് മീനെല്ലാം ഇവിടെ റെഡിയാക്കി വൃത്തിയാക്കി മുറിച്ച് കൊണ്ടുവന്നു. എണ്ണ ഒഴിച്ചു, കടുകിട്ടു. ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ച് കടുകിട്ടു. അപ്പോഴാണ് ഇഞ്ചി കുറച്ചുകൂടി അരിയാനുണ്ടെന്ന് കണ്ടത്. പിന്നെ ഞാൻ എളുപ്പം ഇഞ്ചി കൂടി അതിൻ്റെ കൂടെ അരിഞ്ഞു. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും അരിഞ്ഞു വെച്ചതേ ഉള്ളായിരുന്നു വഴറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ അതങ്ങോട്ട് തീ ഓഫ് ചെയ്തിട്ട് അതെല്ലാം അരിഞ്ഞ് എടുക്കുകയാണ് കടുക് വറക്കാൻ വേണ്ടിയിട്ടേ. തന്നെ കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ അതെല്ലാം ചട്ടിയിലേക്ക് കടുക് പൊട്ടിയതിനകത്തോട്ട് അതെല്ലാം അരിഞ്ഞതെല്ലാം അതിൽ തട്ടിയിട്ട്, അത് കഴിഞ്ഞ് ഇച്ചിരി കരിയാപ്പില കൂടി അതിനകത്ത് ഊരിയിട്ട് നമുക്കിനി അത് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി അതിനകത്തോട്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കാം. അതിനകത്തോട്ട് നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആദ്യം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. അതൊരു 2-3 സ്പൂണ്, ചാറ് വേണ്ടേ, 3-3.5 സ്പൂൺ എടുത്ത് അത്രയും മതി. പിന്നെ ഞങ്ങൾ മല്ലിപ്പൊടി അധികം ചേർക്കാറില്ല. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത്, അത് കഴിഞ്ഞ് ഒരിച്ചിരി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത്, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടിയേ ചേർത്തോളൂ. എന്നിട്ട് ഇതെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ചുവന് വറുത്തെടുക്കാം. പൊടിയൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന അതിൻ്റെ വെള്ളം സ്വല്പം ഒഴിച്ചു കൊടുത്ത് ആ പുളിയും കൂടെ നമുക്കതിനകത്തോട്ട് പറക്കിയിട്ട് അതൊന്ന് തിളച്ച് അതിൻ്റെ എണ്ണ തെളിയണം. അരപ്പും ആ പുളിവെള്ളവും പുളിയും കൂടെ അതിനകത്ത് കിടന്ന് ഒന്ന് വെന്ത് പറ്റി എണ്ണ തെളിഞ്ഞു വരണം. എണ്ണയൊക്കെ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ബാക്കിയിരിക്കുന്ന പുളിവെള്ളവും അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള വെള്ളവും കൂടെ ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എന്നാലല്ലേ ചാറ് കാണത്തുള്ളൂ. വഴണ്ട് വന്ന അരപ്പിലോട്ട് നമ്മൾ ബാക്കിയിരുന്ന പുളിവെള്ളവും കൂടെ ഒഴിച്ച് ചുവന് ഇനി തിളപ്പിക്കാൻ പോവുക. കുറച്ച് വെള്ളവും കൂടെ വേണം. അതും കൂടെ ഒഴിച്ച് തിളപ്പിക്കാം. ചൂട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇനി അരപ്പ് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ കഴുകി പറക്കിയിടാം. കൊഴുവ മീനാണെന്നാണ് മീൻകാരൻ പറഞ്ഞത്.
എനിക്ക് മീനിൻ്റെ പേരൊന്നും അറിയത്തില്ല. എങ്കിലും ഞാൻ ആ അണ്ണനോട് ചോദിച്ചു ഇത് എന്തൊരു മീനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് കൊഴുവ മീനാണ്. അങ്ങനെ അത് വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങനെ ഞാൻ മീനിന് കൊഴുവ എന്ന് പേരിട്ടു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളും അങ്ങനെ മീനെല്ലാം നമ്മളിവിടെ പറക്കിയിട്ട് ഇനി അത് തിളച്ച് വെന്ത് പറ്റട്ടെ, നമുക്ക് അടച്ചു വെക്കാം. ഇതങ്ങനെ വെന്ത് പറ്റി വന്നിട്ടുണ്ട് തോന്നുന്നു. നോക്കട്ടെ. കുറച്ച് ഉപ്പ് കൂടി ഇടണമായിരുന്നു, പറയാൻ മറന്നുപോയി. ഉപ്പും കൂടി ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് ഉപ്പും പുളിയും എല്ലാം ഇപ്പം കറക്റ്റാണ്. അന്നേരം ഇനി അത് പറ്റിയ ആവശ്യത്തിന് അന്നേരം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ ഞാൻ കരിയാപ്പില എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി. അപ്പോൾ ഓടിപ്പോയി മുറ്റത്ത് പോയിച്ച് കരിയാപ്പിലയും കൂടെ എടുത്തുകൊണ്ട് വന്ന് ഇട്ടു. കരിയാപ്പിലയും കൂടെ ഇട്ട് നമുക്കതൊന്ന് അടച്ച് വെക്കാം. ഒരു ഇച്ചിരി 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ, അതിൻ്റെ മണമൊക്കെ ഒന്ന് പിടിക്കാൻ. നല്ലൊരു മീൻ കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്കും കൊഴുവ മീൻ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബായ്.